ഇറങ്ങി പോടോ താൻ ക്ലാസ്സിൽ നിന്ന്. ഞാൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥി എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വെൽക്കം ടു ടീച്ചർ ടോക്സ് പാർട്ട് 2. ടീച്ചേഴ്സിനെ പറ്റി ഇനി പറയാൻ പോകുന്ന പല കാര്യങ്ങളും പല കുട്ടികൾക്കും അറിയില്ല. കുട്ടികളെ പഠിപ്പിക്കാൻ ക്ലാസ്സിലേക്ക് എത്തുന്ന ടീച്ചേഴ്സ് കുട്ടികൾ അറിയാതെ കുട്ടികളിൽ നിന്ന് പലതും പഠിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, പഠിപ്പിക്കുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പുതിയ ഇൻസൈറ്റുകളിൽ തുടങ്ങി ലേറ്റസ്റ്റ് ട്രെൻഡുകൾ, പുതിയ പുതിയ വേർഡിങ്സുകൾ, ഫാഷൻ സെൻസുകൾ വരെ ടീച്ചേഴ്സ് കുട്ടികളിൽ നിന്ന് പഠിക്കാറുണ്ട്. പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള AI ടൂളുകൾ, ഓഡിയോ വീഡിയോ എഡിറ്റിംഗ് ടിപ്സ് ആൻഡ് ടെക്നിക്സുകളൊക്കെ ഞാൻ പലപ്പോഴും കുട്ടികളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അത്രയും ഈഗോയിസ്റ്റിക് അല്ലാത്ത, കുട്ടികളെയൊക്കെ ഒരു ബിലൗഡ് ഓൺസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ടീച്ചേഴ്സിനും കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഡിസ്റെസ്പെക്ട് ഒക്കെ ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യും. ഇറങ്ങി പോടോ താൻ ക്ലാസ്സിൽ നിന്ന്. ഞാൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥി എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവനെന്തെങ്കിലും സംസാരിച്ചത് എന്നോടുള്ള പേഴ്സണൽ റിവെഞ്ച് കൊണ്ടൊന്നും ആയിരുന്നില്ല. അവന്റെ ചില പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടുണ്ടായ സ്ട്രഗിൾ, അതിനെ തുടർന്നുണ്ടായ ഫ്രസ്ട്രേഷൻ ഒക്കെയാണ്. പിന്നീട് ആ കുട്ടി സ്റ്റാഫ് റൂമിൽ വന്നു, എന്നോട് അപ്പോളജൈസ് ചെയ്തു, കരഞ്ഞു. ഒരു ടീച്ചർക്ക് എമ്പത്തറ്റിക് ആയിട്ട് നിന്നുകൊണ്ട് കുട്ടിയുടെ മാനസികാവസ്ഥകൾ, എന്തുകൊണ്ട് അങ്ങനെ അവൻ സംസാരിക്കുന്നു, എന്തുകൊണ്ട് അങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കി പെരുമാറാൻ കഴിയണം. പക്ഷേ ടീച്ചേഴ്സും ദേ ആർ ഓൾസോ ഹ്യൂമൻസ്. അവർക്കും ഇമോഷൻസ് ഉണ്ട്, വിഷമം വരും, സങ്കടം വരും. ഒരുപക്ഷെ തുടർന്ന് അങ്ങോട്ട് ആ ക്ലാസ്സിനെയും കുട്ടികളെയും ഫേസ് ചെയ്യാനുള്ള അവരുടെ ഒരു കോൺഫിഡൻസിനെ പോലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ചില ഒരു ഡിസ്റെസ്പെക്ട് ബാധിച്ചേക്കാം. ഏത് ക്ലാസ് എടുത്തു കഴിഞ്ഞാലും അവിടെ മെയിൻ ക്യാരക്ടർ ഓറ കീപ്പ് ചെയ്യുന്ന കുറച്ച് കുട്ടികളുണ്ടാവും. അവർ അക്കാഡമിക്കലി സൗണ്ട് ആവണമെന്നൊന്നുമില്ല, പക്ഷേ ക്ലാസ്സൊക്കെ എൻഗേജ് ചെയ്യുന്ന സമയത്ത് ഇവർ ഭയങ്കര ഇൻട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും സൈലന്റ് ആയിട്ടിരിക്കുന്ന കുട്ടികൾ കരുതും സാറിന് ഏറ്റവും ഇഷ്ടം ഇവരെയാണ്, സാറിന് ഇവരോട് മാത്രമാണ് അറ്റാച്ച്മെന്റ് ഉള്ളത്, സാറിന് പാർഷ്യാലിറ്റി ഉണ്ടെന്നൊക്കെ കരുതും. ഇൻ ദ ആക്ച്വൽ സെൻസ് ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് ഇതുപോലെ സൈലന്റ് ആയിട്ട് മാറിയിരിക്കുന്ന, അല്ലെങ്കിൽ അത്ര ആക്റ്റീവ് അല്ലാതിരിക്കുന്ന കുട്ടികളെയാണ്. പക്ഷേ ആ കുട്ടികളുടെ മനസ്സിൽ ടീച്ചർ ബയാസ്ഡ് ആണ്, ടീച്ചർക്ക് പാർഷ്യാലിറ്റി ഉണ്ട് എന്നുള്ളൊരു മെന്റൽ ഹിൻഡ്രൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ടീച്ചർക്ക് അവരിലേക്ക് എത്താൻ കഴിയാറില്ല, അവർക്ക് ടീച്ചറുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയാറില്ല. ഇനി എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി ആണെന്നുണ്ടെങ്കിലും, എത്ര ഫെമിലിയർ ആയിട്ടുള്ള ബാച്ച് ആണെന്നുണ്ടെങ്കിലും, ഓരോ ക്ലാസ്സിലേക്കും കയറുന്നതിന് മുമ്പും ക്ലാസ് കഴിഞ്ഞതിന് ശേഷവും ഞങ്ങൾ നെർവസ് ആവാറുണ്ട്, ചിലപ്പോൾ ഓവർ തിങ്ക് ചെയ്യാറുണ്ട്. ഇന്ന് ക്ലാസ് എങ്ങനെയായിരിക്കും, കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയായിരിക്കും, ഈ പറയുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അവരിലേക്ക് എത്തിക്കാൻ കഴിയുമോ, ഇനി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെന്ന് എന്നെ ജഡ്ജ് ചെയ്തിട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ കുട്ടികളെന്ന് എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്തിട്ടുണ്ടാവുക, ഇവർക്കത് പ്രയോജനപ്പെടുമോ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള തോട്ട് പ്രോസസ്സിലൂടെ ഞങ്ങൾ കടന്നു പോകാറുണ്ട്. നിങ്ങളുടെ ടീച്ചർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, നല്ല എൻഗേജിംഗ് ആയിട്ട് എൻ്റർടൈനിങ് ആയിട്ട് ക്ലാസ് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരിക്കും. ആളിന് ക്ലാസ് ഇരിക്കാനൊക്കെ നിങ്ങൾക്ക് ഭയങ്കര വൈബായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് എന്നെയൊക്കെ പോലുള്ള കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്ന ഫാക്കൽറ്റീസിനും കരിയർ അൺസർട്ടനിറ്റി ഉണ്ട്, ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ട്, പേഴ്സണൽ ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആ ഒരു 1 hour ഞങ്ങൾ ചിലപ്പോൾ ഇൻഫോർടൈൻമെന്റ്, അതായത് ഈ പറയുന്ന ഇൻഫർമേഷൻ എന്റർടൈൻമെന്റൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഇമ്പാർട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ മറക്കരുത്. ബാക്കി വിശേഷങ്ങൾ ടീച്ചർ ടോക്സിന്റെ അടുത്ത പാർട്ടിൽ പറയാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഡു ഫോളോ ആൻഡ് ഷെയർ. താങ്ക് യു.